ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിലും എന്നേക്കും ചൊരിയപ്പെടുമാറാകണമേ. സഹോദരങ്ങളെ, ജീവപ്രദമായ പരിശുദ്ധ ബലി സഭയ്ക്ക് മുഴുവനും വേണ്ടി അർപ്പിക്കുവാൻ ഞാൻ യോഗ്യനായി തീരുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് അങ്ങയുടെ പ്രാർത്ഥനകൾ കേട്ട് ബലിയിൽ പ്രീതിപ്പെടുകയും കുർബാന കൈക്കൊണ്ട് അങ്ങയോടുകൂടെ ഞങ്ങളെ സമർപ്പിക്കുകയും ചെയ്യട്ടെ. നീതിപ്രിയരുടെ നിലയത്തിൽ സംസ്തുതിയോടെ രക്ഷാഗാനം ദാവീദുരാജൻ തന്നാവാൻ പരിശുദ്ധൻ റൂഹ പാടി. ഒരാഴ്ചയുടെ ഒന്നാം സ്തുതിയിൽ നിന്നും ബാറക്കുമോ. സൃഷ്ടിയുടെ ഒടുവിന് സ്തുതി, അവന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ നീക്കമുണ്ടായിരിക്കട്ടെ. വെയിലാറിയപ്പോൾ ദൈവമായ കർത്താവ് തോട്ടത്തിൽ ഉലാത്തുന്നതിൻ്റെ ശബ്ദം അവർ കേട്ടു. പുരുഷനും ഭാര്യയും അവിടുത്തെ മുമ്പിൽ നിന്ന് മാറി തോട്ടത്തിലെ മരങ്ങൾക്കിടയിൽ ഒളിച്ചു. അവിടുന്ന് പുരുഷനെ വിളിച്ചു ചോദിച്ചു, നീ എവിടെയാണ്? അവൻ മറുപടി പറഞ്ഞു, തോട്ടത്തിൽ അവിടുത്തെ ശബ്ദം ഞാൻ കേട്ടു. ഞാൻ നഗ്നനായതുകൊണ്ട് ഭയന്ന് വിളിച്ചതാണ്. അവിടുന്ന് ചോദിച്ചു, നീ നഗ്നനാണെന്ന് നിന്നോടാര് പറഞ്ഞു? തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷത്തിൻ്റെ പഴം നീ തിന്നോ? അവൻ പറഞ്ഞു, അങ്ങ് എനിക്ക് കൂട്ടിന് തന്ന സ്ത്രീ ആ മരത്തിൻ്റെ പഴം എനിക്ക് തന്നു, ഞാനത് തിന്നു. ദൈവമായ കർത്താവ് സ്ത്രീയോട് ചോദിച്ചു, നീ എന്താണ് ഈ ചെയ്തത്? അവൾ പറഞ്ഞു, സർപ്പം എന്നെ വഞ്ചിച്ചു, ഞാൻ പഴം തിന്നു. ദൈവമായ കർത്താവ് സർപ്പത്തോട് പറഞ്ഞു, ഇത് ചെയ്തതുകൊണ്ട് നീ എല്ലാ കന്നുകാലികളുടെയും വന്യമൃഗങ്ങളുടെയും ഇടയിൽ ശപിക്കപ്പെട്ടതായിരിക്കും. നീ മണ്ണിൽ ഇഴഞ്ഞു നടക്കും, ജീവിതകാലം മുഴുവൻ നീ പൊടി തിന്നും. നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും. ബാറക്കുമോ. നിരവീട്ടീറേ ദൂതനിറങ്ങീച്ചെന്ന് ഇതമോടുമറിയാം ഗൃഹമതിൽ നസറേത്തിൽ ചൊല്ലിയത് നിന്നോടു കൂടെ കർത്താവീ മന്നിടമഖിലം പാലിപ്പോ മുൾമരമേരിയാതെരുതി തൻ നടുവിൽ കണ്ടതുപോ ചിന്മയനാമറിയാമിൽ വസിച്ചു ശരീരം പൂണ്ടു. അതിനാൽ ഭംഗവുമാ കന്യാ വ്രതമുദ്രയ്ക്കുണ്ടായില്ല. ആർക്കായി കാഴ്ചയിതർപ്പിച്ചിടുന്നോ ആയവർ
വാഴ്ത്തിടുന്നു. ബലിതു സ്വീകൃതമാകേണമേ. മോചനമതിനായി പാപികളെ വരുവിൻ, യാചിപ്പിൻ. മുട്ടുന്നോർക്കു തുറന്നിടുമേ നാഥൻ തൻ വാതിൽ. യാചിക്കുന്നോൻ പ്രാപിക്കും, അന്വേഷിപ്പോൻ കൈക്കൊള്ളും. നാഥാ നിൻ ജനനം സ്നാനം പീഡാ ക്രൂശേറ്റം മൃതിയുദ്ധാനം സ്വർഗാരോഹണമെൻ ഇവയെയും ആദിപിതാക്കളെയും ഞങ്ങൾ ഓർത്തിടും നീയാഗത്തിൽ. മാതാകാദീശർ നിബിയർ ശ്ലീഹർ സഹദേന്മാർ വിശ്വാസികളാം മൃതരിവരെ ഞങ്ങൾ ഓർക്കുന്നു. അഗതികൾ രോഗികളായോർക്കും നല്ലോരോർമയതുണ്ടാകാം. കർത്താവേ നിൻ രക്തശരീരങ്ങൾ കൈക്കൊണ്ട് ഭക്തരതായി മരിച്ചോർ കരുളണമേ. നല്ലോർമ്മ നിന്റെ മഹത്വമുദീക്കും നിൽക്കണമവർ വലഭാഗത്തിൽ. കർത്താവേ, നിന്നെ പ്രസവിച്ച മറിയാമും നിനക്ക് മാമോദീസ നൽകിയ യോഹന്നാനും ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കും. ഞങ്ങളോട് കരുണ ചെയ്യണമേ. സ്വഭാവപ്രകാരം മരണമില്ലാത്തവനും തന്റെ കൃപയാൽ മനുഷ്യവർഗം മുഴുവന്റെയും ജീവനും രക്ഷിക്കും വേണ്ടി വിശുദ്ധിയും മഹത്വവും വെടുപ്പുമുള്ള ദൈവമാതാവായ കന്യകമറിയാമിൽ നിന്ന് ഭേദം കൂടാതെ മനുഷ്യനായി തീരുകയും ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെടുകയും ചെയ്തവനായി സ്വർഗീയ പിതാവിന്റെ ഏകപുത്രനും വചനവും രാജാവുമായ എന്റെ കർത്താവേ, നിന്നെ ഞാൻ പുകഴ്ത്തും. തന്റെ മരണത്താൽ ഞങ്ങളുടെ മരണത്തെ ഇല്ലാതാക്കിയവനും പരിശുദ്ധ തൃത്വത്തിൽ ഒരുവനും പിതാവിനോടും ജീവനുള്ള പരിശുദ്ധാത്മാവിനോടും കൂടെ ഒന്നുപോലെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവരുമായ ഞങ്ങളുടെ മിശിഹാ തമ്പുരാനെ, ഞങ്ങളെല്ലാവരോടും കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു.
കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കുറിയേലായിസോൻ കുറിയേലായിസോൻ കുറിയേലായിസോൻ. പൗലോസ് ശ്ലീഹാ ധന്യൻ സുൽകേട്ടേ ഇദേവം ഞങ്ങളറിയിച്ചതിനെതിരായി വേറൊരുവൻ വന്നറിയിച്ച വാനവനെങ്കിലുമാദൂതൻ താനേൽക്കും സഭതൻ ശാപം. പലതരമുപദേശങ്ങളഹോ പാരിൽ മുളച്ചു പരക്കുന്നു. ദൈവത്തിനുപദേശത്തിൽ സ്ഥിരമായി നിൽക്കുന്നു ധന്യൻ. വിശുദ്ധ പൗലോസ്ലിയ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നും ബാരയ്ക്കുമോ. ശ്ലീഹായുടെ സ്തുതി, അവന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ എന്നേക്കുമുണ്ടായിരിക്കട്ടെ. ലോകത്തിന്റെ അവകാശിയാകുമെന്ന വാഗ്ദാനം അബ്രാഹത്തിനോ അവന്റെ സന്തതിക്കോ ലഭിച്ചത് നിയമത്തിലൂടെയല്ല, വിശ്വാസത്തിന്റെ നീതിയിലൂടെയാണ്. നിയമത്തെ ആശ്രയിക്കുന്നവർക്കാണ് അവകാശമെങ്കിൽ വിശ്വാസം നിരർത്ഥകവും വാഗ്ദാനം നിഷ്ഫലവുമായി തീരും. എന്തെന്നാൽ നിയമം ക്രോധത്തിന് ഹേതുവാണ്, നിയമമില്ലാത്തിടത്ത് ലംഘനമില്ല. അതിനാൽ വാഗ്ദാനം നൽകപ്പെട്ടത് വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതൊരു ദാനമായിരിക്കുന്നതിനും അങ്ങനെ അബ്രാഹത്തിന്റെ എല്ലാ സന്തതിക്കും, നിയമം ലഭിച്ച സന്തതിക്ക് മാത്രമല്ല, അബ്രാഹത്തിന്റെ വിശ്വാസത്തിൽ പങ്കുചേരുന്ന സന്തതിക്കും ലഭിക്കുമെന്ന് ഉറപ്പുണ്ടായിരിക്കുന്നതിനും വേണ്ടിയാണ്. അവൻ നമ്മളുടെ എല്ലാവരുടെയും പിതാവുമാണ്. ഞാൻ നിന്നെ അനേകം ജനതകളുടെ പിതാവാക്കിയിരിക്കുന്നുവെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. മരിച്ചവർക്ക് ജീവനും അസ്തിത്വമില്ലാത്തവയ്ക്ക് അസ്തിത്വവും നൽകുന്നവന്റെ മുമ്പിൽ അവൻ വിശ്വാസം അർപ്പിച്ച ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉറപ്പുള്ളതായിരുന്നു ഈ വാഗ്ദാനം. നിന്റെ സന്തതി പ്രകാരമായിരിക്കുമെന്ന് പറയപ്പെട്ടിരിക്കുന്നതനുസരിച്ച് താൻ അനേകം ജനതകളുടെ പിതാവാകുമെന്ന് പ്രതീക്ഷയ്ക്ക് സാധ്യതയില്ലാതിരുന്നിട്ടും പ്രതീക്ഷയോടെ അവൻ വിശ്വസിച്ചു. 100 വയസ്സായ തൻ്റെ ശരീരം
മൃതപ്രായമായിരിക്കുന്നുവെന്നും സാറായുടെ ഉദരം വന്ധ്യമാണെന്നും അറിയാമായിരുന്നിട്ടും അവൻ്റെ വിശ്വാസം ദുർബലമായില്ല. വിശ്വാസമില്ലാത്തവനെ പോലെ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിനെതിരായി അവൻ മറുതലിച്ചില്ല. മറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ വിശ്വാസത്താൽ ശക്തി പ്രാപിച്ചു. വാഗ്ദാനം നിറവേറ്റുവാൻ ദൈവത്തിന് കഴിയുമെന്ന് അവന് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവൻ്റെ വിശ്വാസം അവന് നീതിയായി പരിഗണിക്കപ്പെട്ടത്. അവന് അത് നീതിയായി പരിഗണിക്കപ്പെട്ടു എന്ന് എഴുതിയിരിക്കുന്നതിന് അവനെ സംബന്ധിച്ച് മാത്രമല്ല, നമ്മെ സംബന്ധിച്ചും കൂടിയാണ്. നമ്മുടെ പാപങ്ങളുടെ മോചനത്തിനായി മരണത്തിന് ഏൽപ്പിക്കപ്പെടുകയും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിക്കപ്പെടുകയും ചെയ്ത നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനിൽ വിശ്വസിക്കുന്ന നമുക്കും അത് നീതിയായി പരിഗണിക്കപ്പെടും. ബാറയ്ക്കുമോ. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തുതിയാം ബലികളണച്ചിടുവിൻ, കർത്താവിനു പ്രിയരേ നിങ്ങൾ ശുചിയേറും കാഴ്ചകളോടെ തൻ പ്രാകാരങ്ങളിലേറി കർത്താവിനെ വന്ദിച്ചിടുവിൻ. പാവനമാത്മഹായിൻ മുൻപിൽ ഹല്ലേലൂയ ഹല്ലേലൂയ. ബാറയ്ക്കുമോർ നമ്മുടെ മുൻപാകെ വായിക്കപ്പെടുന്ന കർത്താവേ മിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോനിലെ ദൈവത്തിൻ്റെ ജീവനുള്ള വചനങ്ങൾ ആദരവോടും ഭക്തിയോടും കൂടെ നാം ശ്രദ്ധിച്ചു കേൾക്കണം. ദൈവമായ കർത്താവ് അതിനെ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ജീവൻ നൽകുന്ന വചനമായി നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ എവൻഗേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും അറിയിച്ച വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ നിന്ന്. വന്നവനും വരുവാനിരിക്കുന്നവനുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷയ്ക്കായവനെ യേശുവിന് സ്തുതികളും നാം എല്ലാവരിലും അവന്റെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ കന്യകമറിയാമിൽ നിന്ന് ശരീരം ധരിച്ചവനും ദൈവത്തിൻ്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷകനുമായ യേശു മിശിഹായുടെ മനുഷ്യാവതാരത്തെക്കുറിച്ചുള്ള അറിയിപ്പിൻ്റെ നാളുകളിൽ ഇപ്രകാരം സംഭവിച്ചു. അങ്ങനെ വിശ്വസിച്ച് ഞങ്ങൾ ഏറ്റുപറയുന്നു. 6-ാം മാസം ഗബ്രിയേൽ ദൂതൻ ഗലീലയിൽ നസ്രത്ത് എന്ന പട്ടണത്തിൽ ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്നു പേരായ പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു. അവളുടെ പേര് മറിയമെന്നായിരുന്നു. ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി. എന്താണ് ഈ അഭിവാദനത്തിൻ്റെ അർത്ഥം എന്ന് അവൾ ചിന്തിച്ചു. ദൂതൻ അവളോട് പറഞ്ഞു, മറിയമേ, നീ ഭയപ്പെടേണ്ട. ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശുവെന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോബിൻ്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടാകുകയില്ല. മറിയം ദൂതനോട് പറഞ്ഞു, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും.
ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ നിന്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യ എന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇത് 6-ാം മാസമാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കെന്നിൽ നിറവേറട്ടെ. അപ്പോൾ ദൂതൻ അവളുടെ മുൻപിൽ നിന്ന് മറഞ്ഞു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഭവിക്കട്ടെ. ദൈവജനനീ ധന്യേ കന്യകയേ, പരിമളധൂപത്തോടൊന്നിച്ചെന്നും നിന്നോർമ്മ മാതേ നിന്നോടെ പ്രാർത്ഥനയാൽ ലോകവ്യാപകമാം ശാന്തി തിരുസഭ തന്നിൽ സംപ്രീതി ഇവയെല്ലാം ഉളവാക്കിയിടണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ ഒരു ദിവസമാണ് ഇന്ന്. കർത്താവിൻ്റെ ജനന തിരുനാളിന് വേണ്ടിയുള്ള ഒരുക്കത്തിൻ്റെ കാലഘട്ടത്തിലൂടെയാണ് നാം ഇപ്പോൾ കടന്നു പോവുക. ഈ ഒരുക്കത്തിൻ്റെ കാലഘട്ടത്തിൽ ഇന്ന് പ്രത്യേകമായിട്ട് സഭ നമ്മുടെ പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനും വിചിന്തനത്തിനുമായിട്ട് നൽകിയിരിക്കുന്ന വിശുദ്ധ വേദഭാഗം എന്ന് പറയുന്നത് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 26 മുതൽ 38 വരെയുള്ള തിരുവചനങ്ങളാണ്. നമുക്ക് ഏറെ സുപരിചിതമായ ഒരു വേദഭാഗമാണ് ഇന്ന് നാം വായിച്ചു കേട്ടത്. നമുക്കറിയാം, യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള മംഗളവാർത്തയുടെ അല്ലെങ്കിൽ മംഗളവാർത്തയെക്കുറിച്ചാണ് ഇന്ന് നാം പ്രത്യേകമായിട്ടും വായിച്ച് കേട്ടത്. ഗലീലെ നസ്രത്ത് എന്ന പട്ടണത്തിൽ ജീവിച്ചിരുന്ന മറിയം എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ അടുത്തേക്ക് ദൈവത്തിൻ്റെ ഗബ്രിയേൽ ദൂതൻ കടന്നു വരികയും, നീ പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കുകയും അവന് യേശു എന്ന് പേരിടുകയും അവൻ ഈ ലോകത്തിൻ്റെ മുഴുവൻ രക്ഷകനായിരിക്കുകയും ചെയ്യുന്ന ഒരു സംഭവം. അതിന് പ്രത്യുത്തരമായി ഈ കന്യക ഗബ്രിയേൽ ദൂതനോട് പറയുന്നു, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഗലീലയിലെ ആ പട്ടണത്തിൽ കന്യക ഗബ്രിയേൽ ദൂതന് കൊടുത്ത ആ മറുപടിയുടെ ഒരു പുനർവിചിന്തനമെന്നോണമാണ് നാം ഓരോരുത്തരും ഇന്ന് ഈ ദൈവസന്നിധിയിലായിരിക്കുകയും ഈ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുകയും ചെയ്യുക. അന്ന് ആ കന്യക ഗബ്രിയേൽ ദൂതനോട്, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്നുള്ള ആ ഒരു വലിയ പ്രഖ്യാപനത്തിലൂടെ, ആ വലിയൊരു സമ്മതം ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രഖ്യാപിച്ചതിലൂടെ നാം ഓരോരുത്തരും ഇന്നും ഈ ദൈവസന്നിധിയിലായിരുന്നു കൊണ്ട് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി പ്രാർത്ഥിക്കുകയും ഈ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. പ്രിയ സഹോദരങ്ങളെ, പ്രധാനമായിട്ടും ഈ തിരുനാളിൻ്റെ 3 ചിന്തകളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒന്നാമതായി, നൂറ്റാണ്ടുകളായി മനുഷ്യർ അല്ലെങ്കിൽ യഹൂദജനം കാത്തിരുന്ന രക്ഷകനായിരുന്നു മിശിഹ എന്ന് പറയുന്നത്. ഇന്ന് വിശുദ്ധ ബലിക്ക് മുൻപായി പഴയ നിയമത്തിൽ നാം ഉൽപ്പത്തിയിൽ നിന്നുള്ള വേദഭാഗം വായിച്ചു കേട്ടു. അവിടെ പാപം ചെയ്ത് മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നുപോയപ്പോൾ അവൻ്റെ പാപത്തിൽ നിന്ന് അവനെ രക്ഷിക്കുവാനായി, സാത്താൻ്റെ തലയെ തകർക്കുവാനായിട്ട് ദൈവം ഒരു രക്ഷകനെ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഈ രക്ഷകനെ കാലാകാലങ്ങളായി യഹൂദജനം കാത്തിരിക്കുകയും ഈ രക്ഷകനും ഈ മിശിഹായ്ക്കും വേണ്ടി നിരന്തരം അവർ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കാലങ്ങളായി അവരെ നയിക്കുവാനായി കടന്നു വന്നിരുന്ന ഓരോരുത്തരെയും, അത് മോശയിലൂടെയും ഏലിയായിലൂടെയും മറ്റ് പ്രവാചകന്മാരിലൂടെയും രാജാക്കന്മാരിലുമൊക്കെയും അവർ നിരന്തരം ഈ ക്രിസ്തുവിൻ്റെ മുഖം അല്ലെങ്കിൽ രക്ഷകൻ്റെ മുഖം, മിശിഹായുടെ മുഖം നിരന്തരം ദർശിച്ചു കൊണ്ടിരുന്നു. എന്നാൽ പലപ്പോഴും അവരുടെ പ്രാർത്ഥന വിഫലമായി പോയി. അവ ദൈവത്തിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ടില്ല എന്നുള്ള ചിന്തയോടുകൂടി യഹൂദജനം കഴിയുകയായിരുന്നു. കാരണം നിരന്തരം ഈ രക്ഷകന് വേണ്ടിയുള്ള പ്രാർത്ഥനയും യാചനയും അവരുടെ ജീവിതത്തിൽ, യഹൂദജനത്തിൻ്റെ ജീവിതത്തിലും പ്രാർത്ഥനയിലും നിരന്തരം ഉണ്ടായിരുന്നു. അപ്രകാരം ഈ രക്ഷകന് വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ
സമ്മതമായി ദൈവം അവർക്ക് നൽകിയ ഒരു ഉത്തരമാണ് ഈ മംഗളവാർത്ത അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പ് എന്ന് പറയുന്നത്. ദാവീദിൻ്റെ സിംഹാസനത്തെക്കുറിച്ചുള്ള സാമുവേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള പ്രവചനത്തിലും ഏശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിലെ ബെത്ലഹേമിലെ ജനനത്തെക്കുറിച്ചുള്ള പുസ്തകത്തിലുമെല്ലാം നാം കാണുന്നത് യേശുക്രിസ്തുവിൻ്റെ ഈ ജനനത്തെക്കുറിച്ചുള്ള പ്രവചനങ്ങളാണ്. അപ്പോൾ നമുക്കറിയാം, വളരെ നാളുകളായി, നൂറ്റാണ്ടുകളായി, കാലാകാലങ്ങളായി ഈ യഹൂദജനം ക്രിസ്തുവിൻ്റെ, അവരുടെ രക്ഷകൻ്റെ, അവരെ രക്ഷിക്കുവാനായി ജനിക്കുന്ന മിശിഹായുടെ ജനനത്തിനു വേണ്ടി, ആഗമനത്തിനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഈ നൂറ്റാണ്ടുകൾ കൊണ്ടുള്ള യഹൂദജനത്തിൻ്റെ പ്രാർത്ഥനയുടെയും യാചനയുടെയും ഉത്തരമെന്നോണമാണ് ഇന്നത്തെ ഈ വേദഭാഗം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുക. ഗബ്രിയേൽ ദൂതൻ കന്യകയുടെ അടുത്തേക്ക് കടന്നു വന്നുകൊണ്ട് പറയുന്നു, നിന്നിൽ ഒരു പുത്രൻ ജനിക്കും, പരിശുദ്ധാത്മാവിനാൽ നീ ഗർഭിണിയായി ഒരുവൻ നിന്നിൽ ജനിക്കും, അവന് യേശു എന്ന് പേരിടണം. അവൻ ഈ ലോകത്തിൻ്റെ മുഴുവൻ രക്ഷകനായിരിക്കും. ഈ ലോകത്തിൻ്റെ മുഴുവൻ പാപം നീക്കുന്നവനായ യേശുക്രിസ്തു നിന്നിൽ നിന്ന് ജനിക്കുവാനായി പോകുന്നു. അപ്പോൾ നമുക്കറിയാം, ഈ നൂറ്റാണ്ടുകൾ കൊണ്ട് കാലാകാലങ്ങളായി യഹൂദജനം കാത്തിരുന്ന മിശിഹ എന്ന രക്ഷകനാണ് യേശുക്രിസ്തു എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് ഇന്നത്തെ വേദഭാഗം നമുക്ക് നൽകുന്ന ഒരു ചിന്ത എന്ന് പറയുന്നത്, യേശുക്രിസ്തുവിൻ്റെ ജനനത്തിലൂടെ എളിയവരെ, സാധാരണക്കാരെ, പാവപ്പെട്ടവരായ മനുഷ്യരെ യേശുക്രിസ്തു ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തി എന്നുള്ളതാണ്. എളിയവരെ ഉയർത്തുന്ന ഒരു ദൈവമായി യേശുക്രിസ്തു ഈ ലോകത്തിൽ ജനിച്ചു, ജീവിച്ചു എന്നുള്ളതാണ്. നമുക്കറിയാം, കഴിഞ്ഞ ആഴ്ച നാം വായിച്ചു കേട്ട സക്കറിയാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ ഇതുപോലെ തന്നെ ദൂതൻ സക്കറിയാ പ്രവാചകന് ഒരു ദർശനം നൽകുന്നുണ്ട്. എന്നാൽ പുരോഹിതനായ സക്കറിയാ പ്രവാചകന് ദൂതൻ ദർശനം നൽകുന്നത് ജെറുസലേം ദേവാലയത്തിന് ഉള്ളിൽ വെച്ചാണ്. എന്നാൽ ഇന്നത്തെ വേദഭാഗത്തിൽ ജെറുസലേം ദേവാലയത്തിൻ്റെ മഹിമയോ പ്രൗഢിയോ ഒന്നുമില്ലാത്ത ഒരു സാധാരണ സ്ഥലത്ത്, നസ്രത്ത് എന്ന് പറയുന്ന ഒരു കൊച്ചു പട്ടണത്തിൽ ഒരു കന്യക, ഒരു സാധാരണ കന്യകയ്ക്ക് ദൂതൻ ദർശനം നൽകുകയും യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പ് നൽകുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ച വേദഭാഗത്തിൽ സക്കറിയാ പ്രവാചകനുള്ള അറിയിപ്പിൻ്റെ ആ ഒരു വേദഭാഗത്തിൽ നാം വായിച്ചു കേട്ടു, നിശ്ചയിച്ചിരുന്ന സമയത്ത് കുറി വീണപ്പോൾ സക്കറിയാ പ്രവാചകൻ ദേവാലയത്തിൽ ധൂപാർപ്പണത്തിനായി കടന്നുപോയി. അപ്പോൾ നിശ്ചയിച്ചിരുന്ന ഒരു സമയത്താണ് ദൂതൻ സക്കറിയാ പ്രവാചകൻ്റെ മുൻപിൽ പ്രത്യക്ഷനാകുന്നത് എന്നുണ്ടെങ്കിൽ, ഇവിടെ പരിശുദ്ധ അമ്മയുടെ മധ്യത്തിൽ, ഒരു സാധാരണ കന്യകയുടെ മധ്യത്തിലേക്ക് ഇങ്ങനെ മുൻകൂട്ടി നിശ്ചയിച്ചതോ മുൻകൂട്ടി തീരുമാനിച്ച പ്രകാരമായ ഒരു ക്രമീകരണങ്ങളുമില്ലാതെ കടന്നു വരുന്ന ഒരു ദൂതൻ. പുരോഹിതനായിരുന്ന സക്കറിയായുടെ അടുത്തേക്കാണ് ഗബ്രിയേൽ ദൂതൻ കടന്നു വന്നത് എന്നുണ്ടെങ്കിൽ, ഇന്നത്തെ വേദഭാഗത്തിൽ പരിശുദ്ധ കന്യക മറിയത്തിൻ്റെ മുൻപിൽ, ഒരു സാധാരണക്കാരിയായ സ്ത്രീയുടെ മുൻപിലേക്ക് കടന്നു വന്നുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ മഹനീയമായ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പ് നൽകുന്നതായിട്ട് നാം വായിച്ചു കേൾക്കുന്നു. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള എല്ലാ കാര്യങ്ങളും, അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ ഇഹലോക ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും, എളിയവരെ ഉയർത്തുന്നവനായ ഒരു ദൈവമായിരുന്നു യേശുക്രിസ്തു. ജനനത്തിൻ്റെ ഈ മുൻപുള്ള സമയം മുതൽ അവൻ ജനിച്ചു വീണത് ഒരു സാധാരണ പുൽക്കൂട്ടിൽ, ഒരു കാലിത്തൊഴുത്തിലാണ്. അവൻ നടന്നത് സാധാരണ ജോലി ചെയ്യുന്ന മുക്കുവന്മാരുടെ കൂടെയും സാധാരണപ്പെട്ട പാവപ്പെട്ടവരുടെയും കൂടെയായിരുന്നു. അവൻ മരിച്ചത് 3 ആണികളിന്മേൽ ഒരു കുരിശിൽ നീചനായ ഒരു മരണമായിരുന്നു. അവൻ അടക്കപ്പെട്ടത് അവന് പോലും സ്വന്തമല്ലാത്ത ഒരു മണ്ണിൽ, ഒരു കല്ലറയിലായിരുന്നു. ഇപ്രകാരം ഏറ്റവും സാധാരണക്കാരിൽ സാധാരണക്കാരനായി ജനിച്ച് ജീവിച്ച് മരിച്ച് സ്വർഗത്തിലേക്ക് പോയ ദൈവം അവനോടൊപ്പമുണ്ടായിരുന്ന എല്ലാ എളിയവരെയും ഉയർത്തുന്ന ഒരു തിരുനാളായി നമുക്ക് യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് മനസ്സിലാക്കാം. അപ്പോൾ ഇന്നത്തെ വേദഭാഗത്തിലും നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, യേശുക്രിസ്തുവിൻ്റെ ജനനം എന്ന് പറയുന്നത് സാധാരണക്കാരെ ഉയർത്തുന്ന, എളിയവരെ ഉന്നതിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു ദൈവത്തെക്കുറിച്ചുള്ള അറിയിപ്പ് എന്നുള്ളതാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും നമ്മൾ ഒന്നുമില്ലാത്തവരും എല്ലാം തകർന്നു പോയവരും പാവപ്പെട്ടവരും നഷ്ടപ്പെട്ടവരും പോയി എന്ന് ചിന്തിക്കുകയും വിഷമിക്കുകയും വേദനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു സമയത്ത് നാം ഈ ഒരു കാര്യത്തെപ്പറ്റി ചിന്തിക്കണം. എളിയവരെ ഉയർത്തുന്ന, സാധാരണക്കാരെ തൻ്റെ മുൻപിൽ അസാധാരണക്കാരായി മാറ്റുന്ന ഒരു ദൈവത്തെയാണ് നാം വിളിച്ചപേക്ഷിക്കുക.
ഇപ്രകാരം ഒരു ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നാം വന്നിരിക്കുന്നത് എന്നുള്ള പൂർണ്ണമായ ബോധ്യത്തോടു കൂടി ഈ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്കായിരിക്കാം. ഏറ്റവും അവസാനമായിട്ടുള്ള ഒരു ചിന്ത എന്ന് പറയുന്നത് ഇന്നത്തെ വേദഭാഗത്തിൽ നാം അവസാനമായി വായിച്ചു കേട്ടു, ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. നമുക്കറിയാം, അന്നത്തെ കാലഘട്ടത്തിൽ ഏറെ ബുദ്ധിമുട്ടുകളുള്ള ഒരു കാലഘട്ടത്തിൽ വിവാഹം കഴിക്കാതിരുന്ന ഒരു സ്ത്രീയിലാണ് പരിശുദ്ധാത്മാവ് കടന്നു വന്നിരുന്നത്. രക്ഷകൻ ജനിക്കും എന്നുള്ള അറിയിപ്പ് എല്ലായിടത്തും എല്ലാ വ്യക്തികൾക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഈ രക്ഷകന് വേണ്ടി അനേകം വ്യക്തികൾ കാത്തിരുന്ന ഒരു കാലഘട്ടത്തിൽ കന്യകയായ ഒരു സ്ത്രീയിൽ പരിശുദ്ധാത്മാവ് വന്നാണ് ദൈവപുത്രൻ ജനിക്കുന്നത്. അപ്പോൾ അസാധ്യമെന്ന് ലോകം കരുതുന്ന, ഇന്നത്തെ കാലഘട്ടത്തെപ്പറ്റി പറഞ്ഞാൽ അസാധ്യമെന്ന് ശാസ്ത്രം കരുതുന്ന, ഇവിടെ നമ്മൾ ഓരോരുത്തരും അസാധ്യമെന്ന് ചിന്തിക്കാവുന്ന ഒരു വലിയ അത്ഭുതമാണ് ഇന്നത്തെ ഈ ഒരു വേദഭാഗത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുക. നമ്മുടെ ജീവിതത്തിൽ അസാധാരണമായി എന്തെങ്കിലും ഉണ്ടാകണമെന്നില്ല. നമ്മുടെ ജീവിതത്തിൽ അത്ഭുതകരമായി എന്തെങ്കിലും ഉണ്ടാകണമെന്നില്ല. നമ്മുടെ ജീവിതത്തിൽ മേന്മയെന്ന് ഭാവിക്കുവാനായി എന്തെങ്കിലും ഉണ്ടാകണമെന്നില്ല. ദൈവത്തിന് പ്രവർത്തിക്കണമെങ്കിൽ അവൻ അസാധ്യ കാര്യങ്ങളുടെ ദൈവമാണ്. അസാധ്യ കാര്യങ്ങൾ സുസാധ്യമാക്കുന്ന ദൈവമാണ്. നമ്മുടെ ജീവിതത്തിൽ അസാധ്യമാകും അല്ലെങ്കിൽ അസാധ്യമാണ് എന്ന് നമ്മൾ കരുതുക പോലും ചെയ്യുന്ന പല കാര്യങ്ങളും സുസാധ്യമാക്കുവാൻ കഴിവുള്ള ഒരു ദൈവത്തിൻ്റെ മുൻപിലാണ് നാം യാചിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. ഒരു കന്യകയായ സ്ത്രീയിൽ പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിച്ച് ഒരു പുത്രൻ ജനിക്കും അല്ലെങ്കിൽ ജനിക്കുവാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ ഇവിടെ ആയിരിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും അസാധ്യമായ എന്തോരം പ്രാർത്ഥനകൾക്ക് ദൈവം ഉത്തരം നൽകാതിരിക്കുകയില്ല. അസാധ്യമെന്ന് നാം മനസ്സുകൊണ്ട് ചിന്തിക്കുകയും കരുതുകയും ചെയ്യുന്ന നമ്മുടെ എന്തോരം ആവശ്യങ്ങൾക്കും പ്രാർത്ഥനകൾക്കും നിയോഗങ്ങൾക്കും ഉത്തരം തരുവാൻ ദൈവത്തിന് കഴിയാതിരിക്കുകയില്ല. അങ്ങനെ ഉത്തരം തരാൻ കഴിവുള്ള ഒരു ദൈവത്തിൻ്റെ മുൻപിലാണ് നാം ഇന്ന് പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്യുന്നത് എന്നുള്ള ഒരു ചിന്തയും കൂടി നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരണം. അപ്പോൾ ഈ ദൈവസന്നിധിയിലായിരുന്നു നാം പ്രാർത്ഥിക്കുമ്പോൾ അസാധ്യ കാര്യങ്ങൾ സുസാധ്യമാക്കുന്ന, എനിക്ക് അസാധ്യമെന്ന് ഞാൻ കരുതുന്ന എല്ലാം സുസാധ്യമാക്കുന്ന ഒരു ദൈവത്തിൻ്റെ സന്നിധിയിലാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്നുള്ള പൂർണ്ണ ബോധ്യത്തോടു കൂടി ഈ ഒരു ജനന പെരുന്നാളിന് മുന്നൊരുക്കത്തിലേക്ക് നമുക്ക് കടക്കാം. നാം ഇന്ന് വായിച്ചു കേട്ട വേദഭാഗത്തിൽ പ്രധാനമായും 3 കാര്യങ്ങളാണ് നമ്മോട് ദൈവം പ്രാർത്ഥിക്കുവാനായിട്ട് ആവശ്യപ്പെടുന്നത്. ഒന്ന്, നൂറ്റാണ്ടുകളായി അല്ലെങ്കിൽ കാലാകാലങ്ങളായി നാം കാത്തിരുന്ന രക്ഷകനായ മിശിഹായാണ് യേശു ക്രിസ്തു. 2, എളിയവരെ, സാധാരണക്കാരെ, പാവപ്പെട്ടവരെ, സമൂഹത്തിൽ താഴ്ന്നു നിന്ന് പോയി എന്ന് കരുതുന്നവരെ ഉയർത്തുന്ന ദൈവമാണ് നമ്മുടെ ഓരോരുത്തരുടെയും. അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ അസാധ്യമാണ് എന്ന് നാം കരുതുന്ന, ഒരിക്കലും സംഭവിക്കില്ല എന്ന് നാം കരുതുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ തക്കവണ്ണം കഴിവുള്ള ഒരു ദൈവത്തിലാണ് നാം വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും അനുദിനം ചങ്കോട് ചേർന്ന് നിൽക്കുകയും ചെയ്യുന്നത് എന്നുള്ള ഒരു പൂർണ്ണമായ വിശ്വാസത്തിൽ നമുക്കായിരിക്കാം. ആ വിശ്വാസത്തോടു കൂടി തന്നെ ഈ പരിശുദ്ധ ബലിമധ്യയെ നമുക്ക് നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ ഇടവകയും നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകളെയും നിയോഗങ്ങളെയും ഒക്കെ തമ്പുരാൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിൻ്റെ തിരുജനനത്തിനു വേണ്ടി ഈ ദിവസങ്ങളിൽ പ്രത്യേകമായി നമുക്ക് ഒരുങ്ങാം. അതിന് ദൈവവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും നമ്മെ ഓരോരുത്തരെയും ഏറ്റവും നല്ലവണ്ണം സഹായിക്കുമാറാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. Barakimor staumen galos നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹവും കരുണയും യാചിക്കണം. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും മഹിമയും പുകഴ്ചയും അനശ്വരമായ കീർത്തിയും എല്ലാ നേരത്തും ഇടപെടാതെ അർപ്പിക്കുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. വിശുദ്ധ കന്യക പ്രസവിക്കുകയും ചെറിയ ബേദലഹേം ബഹുമാനിക്കുകയും വെടിപ്പുള്ള മാമോദീസ താൽപര്യപൂർവ്വം പ്രതീക്ഷിക്കുകയും പരസ്യമായി ഗോകുൽത്ത ആഘോഷിക്കുകയും നിർമ്മലമായ ആചാര്യത്വം പരികർമ്മം ചെയ്യുകയും വിശ്വസ്ത സഭ സ്വീകരിക്കുകയും
സ്വജാതികൾക്കും വിജാതികൾക്കും ശുദ്ധീകരണം നൽകുകയും ചെയ്ത പരിശുദ്ധനും വിശുദ്ധി നിറഞ്ഞവനുമായ കർത്താവിന് സ്തുതി. തൻ്റെ ഇടവക മുഴുവനും വേണ്ടി അവൻ്റെ ശരീരവും രക്തവും സഭയിൽ വിഭജിക്കപ്പെടുകയും സ്വജാതികൾക്കും പുറജാതികൾക്കുമായി നൽകപ്പെടുകയും ചെയ്യുന്നു. ജീവനുള്ളവരെയും മരിച്ചവരെയും തൻ്റെ കൃപയാൽ സന്തുഷ്ടരാക്കുവാൻ അവൻ മതിയായവനാകുന്നു. ദൈവികമായ സ്തോത്രബലി അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും കാലങ്ങളിലും നേരങ്ങളിലും സമയങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും അവന് യോഗ്യമാകുന്നു. ബുക്കുൽഹുൻ യൗമോ സുദ്ഹായ ലവൽ മീ. ബാറയ്ക്കുമോർ കാരുണ്യവാനായ കർത്താവിൻ്റെ മുൻപാകെയും പുണ്യം നൽകുന്ന ബലിപീഠത്തിൻ്റെ മുൻപാകെയും ദിവ്യവും സ്വർഗീയവുമായ വിശുദ്ധ രഹസ്യങ്ങളുടെ മുൻപാകെയും ധൂപമർപ്പിക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹവും കരുണയും യാചിക്കണം. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് സഹായിക്കണമേ. പാപപരിഹാരം ചെയ്യുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ തിന്മകൾ ക്ഷമിക്കുന്നവനും വിസ്മരിക്കുന്നവനുമായ ദൈവമായ കർത്താവേ, നിന്റെ സ്നേഹാർദ്രതയാൽ എൻ്റെ അസംഖ്യമായ പാപങ്ങളും നിന്നിൽ വിശ്വസിക്കുന്ന ജനം മുഴുവൻ്റെയും പാപങ്ങളും മായിച്ച് ഉത്തമനേ ദയതോ നീ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, സ്നേഹപൂർവം ഞങ്ങളെ നീ ഓർമ്മിച്ചു കൊള്ളണമേ. എൻ്റെ കർത്താവേ, ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരീ സഹോദരന്മാരുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും വിശുദ്ധി മഹത്വമുള്ള സഭയുടെ മക്കളും വിശ്വാസികളുമായ സകല മരിച്ചുപോയവരുടെയും ആത്മാക്കളെ നിന്റെ കാരുണ്യത്താൽ നീ ഓർമ്മിക്കണമേ. അവരുടെ ആത്മാക്കളെയും ദേഹികളെയും ശരീരങ്ങളെയും ആശ്വസിപ്പിച്ച് കാരുണ്യത്തിൻ്റെയും ആർദ്രതയുടെയും പനിമഞ്ഞ് അവരുടെ അസ്ഥികളിൽ തളിക്കണമേ. കർത്താധികർത്താവും മഹത്വത്തിൻ്റെ നാഥനുമായ മിശിഹാ രാജാവേ, ഞങ്ങൾക്കും അവർക്കും നീ പാപപരിഹാരവും പാപപരിഹാരകനും ആകണമേ. എൻ്റെ കർത്താവേ, ഞങ്ങളോട് ഉത്തരമരളി ഞങ്ങളുടെ സഹായത്തിന് എഴുന്നള്ളണമേ. ഞങ്ങളെ രക്ഷിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും കൈക്കൊള്ളണമേ. ദൈവമേ, നിന്റെ കരുണയാൽ സകല കഠിന ശിക്ഷകളും ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയണമേ. കർത്താവേ, നിന്റെ കാരുണ്യത്താൽ കോപത്തിൻ്റെ ദണ്ഡനങ്ങൾ ഞങ്ങളിൽ നിന്ന് ദൂരീകരിക്കണമേ. നിന്റെ ദൈവത്വത്തിന് യോഗ്യവും നിനക്ക് പ്രീതികരവുമായ ക്രൈസ്തവ പൂർണ്ണത ഞങ്ങൾക്ക് സൗജന്യമായി തരണമേ. സമാധാനപ്രിയർക്കുള്ള നല്ല അന്ത്യത്തിന് ഞങ്ങളെല്ലാവരെയും അർഹരാക്കണമേ. ഞങ്ങൾ നിനക്കിപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഭൗമിക കന്യക അത്ഭുതകരമായി പ്രസവിക്കുകയും ബേത്ലഹേം ഓഫർദാ സന്തോഷപൂർവ്വം ബഹുമാനിക്കുകയും യോർദാൻ നദി താൽപ്പര്യത്തോടുകൂടി പ്രതീക്ഷിക്കുകയും ഗോകുൽത്താ കുരിശുമരത്തിന്മേൽ ആഘോഷിക്കുകയും സൃഷ്ടികളുടെ ജീവനും രക്ഷയ്ക്കും വേണ്ടി സ്വയം ബലിയായി തീരുകയും സ്വബലിയാൽ സകല ജാതികൾക്കും പാപപരിഹാരം നൽകുകയും മരണത്താൽ സകല കുടുംബങ്ങളെയും വംശങ്ങളെയും ജീവിപ്പിക്കുകയും ചെയ്ത സ്വർഗീയ കുഞ്ഞാട് നീയാകുന്നു. കർത്താവേ, മഹത്തായ നിന്റെ മനുഷ്യ സ്നേഹത്താലും അവർണ്യമായ നിന്റെ കൃപയാലും നിന്നെ പ്രസവിച്ച മാതാവും അനുഗ്രഹീതയും വിശുദ്ധയും ദൈവമാതാവുമായ മറിയാമിൻ്റെയും ദീർഘദർശിമാരുടെയും സ്ലീഹന്മാരുടെയും സഹദേന്മാരുടെയും പിതാക്കന്മാരുടെയുമായ സംഘം മുഴുവൻ്റെയും കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയുമായ പ്രാർത്ഥനകളാലും
വിശ്വാസമുള്ള നിന്റെ സഭയ്ക്ക് നീ പാപപരിഹാരം നൽകണമേ. വിശേഷജ്ഞാനമുള്ള നിന്റെ ഇടവകയെ അനുഗ്രഹിക്കണമേ. ദുഃഖാർത്തരായ നിന്റെ ആട്ടിൻകൂട്ടത്തെ സംരക്ഷിക്കണമേ. ആചാര്യത്വപരമായ നിന്റെ അവകാശത്തെ വിശുദ്ധിയിൽ പ്രതിഷ്ഠിക്കണമേ. സൃഷ്ടിയിൽ നിന്റെ ശാന്തി നീ വസിപ്പിക്കണമേ. ലോകത്തിൽ സമാധാനം വാഴുവാൻ നീ ഇടയാക്കണമേ. രോഗികളെ സുഖപ്പെടുത്തണമേ. ക്ലേശിതരെ ആശ്വസിപ്പിക്കണമേ. പരദേശവാസികൾക്ക് വിടുതലും ബന്ധനസ്ഥർക്ക് മോചനവും അടിമകൾക്ക് സ്വാതന്ത്ര്യവും വിശ്വാസികളായ മരിച്ചവർക്ക് സൽസ്മരണയും ആശ്വാസവും സന്തോഷവും നീ കൽപ്പിച്ചു കൊടുക്കണമേ. കർത്താവേ, പാപിയെങ്കിലും നിന്റെ ദാസനായ എന്നെ നീ ഭരമേൽപ്പിച്ച ഈ ആചാര്യ ശുശ്രൂഷ യഥാർത്ഥ ആചാര്യന്മാർക്ക് ചേർന്ന വിധം നിർവഹിക്കുവാനിടയാക്കണമേ. ഞാൻ അയോഗ്യനായിരിക്കെ കൃപയോടെ നീ എന്നെ ഭരമേൽപ്പിച്ചിട്ടുള്ള താലന്ത് നീ തന്നെ എന്നിൽ ഫലവത്താക്കണമേ. വിശ്വസ്തരും ജ്ഞാനികളുമായ ഭവന വിചാരിപ്പുകാരുടെ കൂട്ടത്തിൽ നിന്നിൽ നിന്നുള്ള പ്രതിഫലം സ്വീകരിക്കുവാൻ കൃപയാൽ ഞാൻ യോഗ്യനായി തീരണമേ. എന്തെന്നാൽ നീ ഉത്തമനും ദാനത്തിൽ സമൃദ്ധനുമാകുന്നുവല്ലോ. നിന്റെ ദാനങ്ങൾ ധാരാളവുമാകുന്നു. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും എപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഹോശോ വബുകുൽ സുബാൻ ലവൽ മീ. ആമേൻ. കർത്താവ് അങ്ങയുടെ ശുശ്രൂഷയിലേക്കുള്ളയും അങ്ങയുടെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നേക്കും നാം പ്രാപിക്കുമാറാകട്ടെ. ആമേൻ. ബലഹീനനും പാപിയുമായി ദാസൻ ഏറ്റുപറയുന്നു, പരിശുദ്ധനായ പിതാവ് പരിശുദ്ധൻ. ആമേൻ. പരിശുദ്ധനായ പുത്രൻ തമ്പുരാൻ പരിശുദ്ധൻ. ആമേൻ. ജീവപ്രദനായ പരിശുദ്ധ റൂഹ പരിശുദ്ധൻ. അവൻ നമ്മുടെയും നമ്മുടെ പിതാക്കന്മാരുടെയും സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും വിശുദ്ധിയും മഹത്വമുള്ള സഭയുടെ മക്കളും വിശ്വാസികളുമായ സകല മരിച്ചുപോയവരുടെയും ആത്മാക്കളിലും രണ്ട് ലോകങ്ങളിലും എന്നേക്കും മനസ്സലിവ് തോന്നി കരുണ ചെയ്തുകൊണ്ട് പാപിയായ തൻ്റെ ദാസന്റെ ധൂപത്തെ ശുദ്ധീകരിക്കുന്നവനാകുന്നു. ആമേൻ. ബാറയ്ക്കുമോർ ദിവ്യജ്ഞാനം ഉദ്ഘോഷിക്കപ്പെടുന്നു. നാം എല്ലാവരും ഭക്തിയായി നിന്ന് ഏറ്റുചൊല്ലണം. ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും സൃഷ്ടാവുമായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവലോകങ്ങൾക്ക് മുമ്പേ പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും സർവസൃഷ്ടിക്കും ഹേതുവായവനും മനുഷ്യരായ ഞങ്ങൾക്കും ഞങ്ങളെ രക്ഷയ്ക്കും വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധയിൽ നിന്നും ദൈവമാതാവായ വിശുദ്ധ കന്യകമറിയാമിൽ നിന്നും ശരീരിയായി തീർന്ന് മനുഷ്യനായി പൊന്തിയോസ് പിലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് കഷ്ടത അനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് തിരുമനസ്സായ പ്രകാരം മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലത്തു ഭാഗത്തിരുന്നവനും
ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ വലിയ മഹത്വത്തോടെ ഇനിയും വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനും ഏകർത്താവുമായ യേശുമിശിഹായിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവരും നബിയന്മാരും ശ്ലീഹന്മാരും മുഖാന്തരം സംസാരിച്ചവരുമായി ജീവനും വിശുദ്ധിയുമുള്ള ഏകരൂഹായിലും കാതോലികവും ശ്ലൈഹികവും ഏകവും വിശുദ്ധവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള മഹാമോദീസ ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന് ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോരുടെ ഏർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ആമേൻ. യാചിക്കേണ്ടും സമയമിതാ മോചിക്കും നാഴികയിതുതാ ഇതു നമസ്കാരത്തിൻ സമയം ഇതു തന്നെ കരുണാസമയം ഉന്നതമാ പദവിയിലേറെ ഇന്നിപ്പോളി ആചാര്യൻ അനുഭവിച്ചിടും നോർക്കായി അനുഷ്ഠിക്കും നീ കുർബാന. ബാറകിമോർ സ്തൗമൻ ഗാലോസ് വലിയവനും അനാദ്യന്തനുമായ ദൈവമേ, നീ ശാന്തിയും സമാധാനവും സ്നേഹവും കരുണയുടെ ഉറവിടവുമാകുന്നു. നിന്റെ വിശുദ്ധ സഭയ്ക്ക് സമാധാനം നൽകുകയും ലോകത്തെ കരുണാപൂർവം സംരക്ഷിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും എപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ബാറക്കിമോർ നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദിവ്യവുമായ ചുംബനത്താൽ തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും ഈ സമാധാനത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. കരുണയുള്ള കർത്താവിൻ്റെ മുൻപാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, തിരുമുൻപാകെ ഞങ്ങൾ തലകുനിക്കുന്നു. കർത്താവേ, അനുഗ്രഹ സമ്പൂർണമായ നിന്റെ വലതു കൈ ആവസിപ്പിച്ച് തിരുമുമ്പാകെ തലകുനിച്ച് നിൽക്കുന്ന നിന്റെ ദാസരും ആരാധകരുമായ ഇവരെ ആശീർവദിക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും എപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. കർത്താവേ, നിന്റെ ഇടവകയുടെ പാപങ്ങൾക്കും അപരാധങ്ങൾക്കും വേണ്ടി രക്തം ചിന്താതെയുള്ള ഈ ആത്മീക ബലി നിനക്കർപ്പിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ഇതിനാൽ ഞങ്ങളുടെ നിയമലംഘനങ്ങൾ പരിപൂർണമായി പരിഹരിച്ച് ഞങ്ങൾക്ക് മോചനം നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും എപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ബാറക്കിമോർ സഹോദരങ്ങളെ, നാം എല്ലാവരും ഭയഭക്തിയോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടെ നിന്ന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ദിവ്യവും പരിശുദ്ധവുമായ ഈ കുർബാനയിൽ ശ്രദ്ധിക്കണം.
എന്തെന്നാൽ നമുക്കെല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലി സകലത്തിൻ്റെ ഉടയവനായ പിതാവായ ദൈവത്തിന് രമ്യതയിലും സമാധാനത്തിലും അർപ്പിക്കപ്പെടുന്നു. ഈ കുർബാന അനുഗ്രഹവും സമാധാനവും ബലിയും സ്തോത്രവുമാകുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംസർഗവും ആവാസവും എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കുമുണ്ടായിരിക്കട്ടെ. ആമേൻ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിൻ്റെ വലതുഭാഗത്ത് മിശിഹാ തമ്പുരാനിരിക്കുന്ന മഹോന്നതങ്ങളിൽ ആയിരിക്കണം. ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിങ്കൽ ആയിരിക്കുന്നു. ഭയഭക്തിയോടുകൂടെ കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഭയഭക്തിയോടുകൂടെ കർത്താവിന് സ്തോത്രം നൽകുന്നത് യുക്തവും ന്യായവുമാകുന്നു. മാലാഖമാരും പ്രധാന മാലാഖമാരും ക്രോബേന്മാരും ശ്രോപ്പേന്മാരും മൗത്തുബേന്മാരും മോറാവോസേന്മാരുമായ അദൃശ്യരും സംഖ്യാതീതരുമായ സകല സ്വർഗീയ നിരകളും ഗണങ്ങളും സേനകളും അനിർവചനീയമായ വാക്കുകളാൽ ഇടവിടാതെ വിജയകീർത്തനമാലപിക്കുന്നവനെ ഉച്ചത്തിൽ നമുക്കും മഹത്വപ്പെടുത്താം. തന്റെ മഹത്വത്താൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ഉയരങ്ങളിൽ ഹോശാന. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. നിന്റെ ഏകപുത്രൻ സ്നേഹപൂർവം ഞങ്ങൾക്ക് വേണ്ടി മനുഷ്യാവതാരം ചെയ്യുകയും ഞങ്ങളെ രക്ഷിക്കുവാനായി സ്വയം പരിത്യജിച്ച് ശരീരത്തിൽ പീഡയേൽക്കുകയും ചെയ്തു. പീഡാനുഭവത്തിൻ്റെ ആ രാത്രിയിൽ അവൻ തൃക്കൈകളിൽ അപ്പമെടുത്ത് പിതാവായ ദൈവമേ നിന്നെ കാണിച്ച് സ്തോത്രം ചെയ്തു. ബാരക്കുമോ ബാരേ ഉകാദേശ് വക്സോമോ. ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുളി ചെയ്തു, വാങ്ങീതിൽ നിന്ന് ഭക്ഷിക്കുവിൻ, ഇത് എൻ്റെ ശരീരമാകുന്നു. ഇത് കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുന്നു. വൽഹായേ ദലോലം ഉൽമീ. അപ്രകാരം തന്നെ കാസായുമെടുത്ത് സ്തോത്രം ചെയ്തു. ബാരക്കുമോ ബാരേ ഉകാദേശ്. ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുളി ചെയ്തു,
ഇത് എൻ്റെ രക്തമാകുന്നു. കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിത്യജീവനുമായി നിങ്ങളെല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് പാനം ചെയ്യുവിൻ. വൽഹായേ ദലോലം ഉൽമീ. ഈ വിശുദ്ധ രഹസ്യത്തിൽ പങ്കുകൊള്ളുമ്പോഴൊക്കെയും എൻ്റെ മരണത്തെയും പുനരുത്ഥാനത്തെയും ഞാൻ വരുന്നതുവരെ നിങ്ങൾ അനുസ്മരിക്കുവീനെന്ന് നമ്മുടെ കർത്താവ് തൻ്റെ സ്ലീഹന്മാരോട് കൽപ്പിച്ചു. ഞങ്ങളുടെ കർത്താവേ, നിന്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുന്നു, നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ഏറ്റുപറയുന്നു. നിന്റെ രണ്ടാമത്തെ വരവനായി നോക്കി പാർക്കുന്നു. നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളെല്ലാവരിലും ഉണ്ടായിരിക്കണമേ. കർത്താവേ, പാപികളും കുറ്റക്കാരുമെങ്കിലും നിന്റെ ദാസരായ ഞങ്ങൾ രക്ഷാകരമായ നിന്റെ എല്ലാ ദൈവിക വ്യാപാരങ്ങളെയും ഭയങ്കരവും മഹനീയവുമായ രണ്ടാമത്തെ വരവിനെയും ഓർമ്മിക്കുന്നു. ഇതിനെക്കുറിച്ച് പരിഭ്രമിച്ച് നടുങ്ങിക്കൊണ്ട് ഞങ്ങൾ നിന്നോടും നീ മുഖാന്തരം നിന്റെ പിതാവിനോടും അനുതാപപൂർവം അപേക്ഷിക്കുന്നു. സർവശക്തിയുള്ള പിതാവായ ദൈവമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, നിന്റെ കൃപ സ്വീകരിക്കുന്ന ബലഹീനരും പാപികളുമായ നിന്റെ ഈ ദാസർ നിനക്ക് നന്ദി പറഞ്ഞുകൊണ്ട് സകലത്തെക്കുറിച്ചും സകലത്തിനു വേണ്ടിയും കാരുണ്യവാനായ നിന്നെ സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, നിന്നെ ഞങ്ങൾ വാഴ്ത്തുന്നു, നിന്നെ ഞങ്ങൾ വന്ദിക്കുന്നു. നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. നല്ലവനെ, ദയതോ നീ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ബാറക്കുമോറിന്റെ വാത്സല്യമുള്ളവരെ, ജീവനുള്ള പരിശുദ്ധ റൂഹ സ്വർഗമാകുന്ന ഉയരങ്ങളിൽ നിന്ന് പ്രതാപത്തോടുകൂടെ ഇറങ്ങി സമർപ്പിതമായിരിക്കുന്ന ഈ പരിശുദ്ധ കൃപാനമേയെല്ലാം ആവസിച്ച് ഇതിനെ ശുദ്ധീകരിക്കുന്ന ഈ സമയം എത്ര ദിവ്യവും ഭക്തിജനവുമാകുന്നു. നിങ്ങൾ ഭയഭക്തിയോടുകൂടെ പ്രാർത്ഥിപ്പിൻ. ഞങ്ങൾക്കെല്ലാവർക്കും സമാധാനവും സംപ്രീതിയും ഉണ്ടാകണമേ. കർത്താവേ, എന്നോട് ഉത്തരമരുളണമേ. കർത്താവേ, എന്നോട് ഉത്തരമരുളണമേ. കർത്താവേ, എന്നോട് ഉത്തരമരുളി ദയതോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. കുറിയേലായിസോൻ, കുറിയേലായിസോൻ, കുറിയേലായിസോൻ. പരിശുദ്ധാത്മാവസിച്ച് ഈ അപ്പത്തെ ഞങ്ങളുടെ ദൈവമായ മിശിഹായുടെ ശരീരമാക്കി പൂർത്തിയാക്കട്ടെ. അവൻ ഈ കാസായിലെ മിശ്രിതത്തെ ഞങ്ങളുടെ ദൈവമായ മിശിഹായുടെ രക്തമാക്കി പൂർത്തിയാക്കട്ടെ. കർത്താവേ, ഈ തിരുശരീരത്തിലും തിരുരക്തത്തിലും പങ്കാളികളാകുന്ന എല്ലാവരും സ്വർഗരാജ്യത്തിൽ അവകാശികളാകുവാനും വിശുദ്ധരോടുകൂടെ പുതിയ ജീവനിൽ ആനന്ദിക്കുവാനും ഇടയാക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും എപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. മറയ്ക്കുമോ 4 ഭാഗങ്ങളിലുമുള്ള ദൈവത്തിൻ്റെ സഭകളെ മേശവരിക്കുന്നവരല്ല പിതാക്കന്മാർക്കു വേണ്ടിയും പ്രത്യേകിച്ച് നമ്മെ പരിപാലിച്ചു പോരുന്ന പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പായ്ക്ക് വേണ്ടിയും
നമ്മുടെ സഭയുടെ തലവനും പിതാവുമായ മൊറോൻ മോർ ബസേലിയോസ് ക്ലീമീസ് കാതോലിക്ക ബാവായ്ക്ക് വേണ്ടിയും സത്യവിശ്വാസികളായ എപ്പിസ്കോപ്പമാർക്കു വേണ്ടിയും കശിഷന്മാർ ശമാശന്മാർ ദേരാർക്ക മുതലായവർക്കു വേണ്ടിയും ക്രിസ്തീയ സഭ മുഴുവനു വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ ദൈവിക പ്രബോധനങ്ങളുടെ ദീപ്തിയാൽ നിന്റെ സ്നേഹിതരെ പ്രശോഭിപ്പിക്കണമേ. നല്ല കാലങ്ങളും ആശ്വാസകരവും സമാധാന സമൃദ്ധവുമായ ജീവിതവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും എപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ബാറക്കുമോർ വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ നമ്മുടെ സഹോദരങ്ങളെല്ലാവർക്കു വേണ്ടിയും പ്രത്യേകിച്ച് ഇപ്പോൾ പരീക്ഷയിലും ഞെരുക്കത്തിലും ഇരിക്കുന്നവർക്ക് വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, പീഡിതരെയും ദുഃഖിതരെയും രോഗികളെയും ദരിദ്രരെയും നിരാലംബരെയും ക്ലേശിതരെയും പരദേശികളെയും അഗതികളെയും ബന്ധനസ്ഥരെയും അനാഥരെയും വിധവകളെയും അടിമകളെയും നീ പോറ്റിപ്പുലർത്തണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും എപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ബാറക്കുമോർ നമ്മുടെ ഭരണാധികാരികൾക്ക് വേണ്ടിയും അവർ നമ്മെ ശരിയായ മാർഗത്തിൽ നയിക്കുന്നതിനു വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, തിരുസന്നിധിയിൽ പ്രശാന്തവും സന്തുഷ്ടവുമായ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ഭരണകർത്താക്കൾ ദയാപുരസനം ഞങ്ങളോട് പെരുമാറുന്നതിന് കരുണ ചെയ്യണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും എപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ബറഖമോർ ശുദ്ധിമതിയും ഭാഗ്യവതിയും അനുഗ്രഹീതയും നിത്യകന്യകയും ദൈവമാതാവുമായ മറിയാവിനെയും നമ്മുടെ പിതാവായ മർത്തോമാ ശ്ലീഹായെയും നിബിയന്മാർ ശ്ലീഹന്മാർ പ്രാസംഗികർ എവങ്കലീസ്തന്മാർ സഹോദയന്മാർ മൗദ്യാനന്മാർ എന്നിവരെയും നാം ഓർമ്മിക്കണം. അവരുടെ അപേക്ഷ നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, പുണ്യപ്രവർത്തികളാൽ നിന്നെ പ്രീതിപ്പെടുത്തിയവരുടെ പ്രാർത്ഥനയാലും അപേക്ഷയാലും അവരോടൊരുമിച്ചുള്ള അവകാശത്തിന് മോഹരിക്കും ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും എപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ബറഖമോർ കുറ്റമില്ലാത്തതും ശ്ലൈഹികവും ഏകവുമായ സത്യവിശ്വാസത്തെ പാലിച്ച് നമുക്ക് ഏൽപ്പിച്ചു തന്നിട്ടുള്ള സകല വിശുദ്ധ പിതാക്കന്മാരെയും അംഗീകരിക്കപ്പെട്ട മൽപ്പാന്മാരെയും നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, വിശുദ്ധ സുന്നഹദോസുകളിൽ ഉറപ്പിക്കപ്പെട്ട സത്യവിശ്വാസമാകുന്ന പാറമേൽ കരുണാപൂർവ്വം ഞങ്ങളെല്ലാവരെയും ഉറപ്പിക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും എപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഹോശോ വബുകുല സുബാൻ ലവൽ മീ. മറയ്ക്കുമോ സ്നേഹത്തിലും സത്യവിശ്വാസത്തിലും മരിച്ച് നമ്മിൽ നിന്ന് വേർപെട്ടുപോയ സകലരെയും നാം ഓർമ്മിക്കണം.
കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മെ അവരെ സ്വർഗരാജ്യത്തിൽ ചേർത്തുകൊള്ളുവാനുമായി കർത്താവിനോട് നാം പ്രാർത്ഥിച്ച് 3 പ്രാവശ്യം കുറിയേലായിസോൻ എന്ന് ചൊല്ലണം. കുറിയേലായിസോൻ, കുറിയേലായിസോൻ, കുറിയേലായിസോൻ. കർത്താവേ, ഞങ്ങളുടെ പരേതർ അന്ധകാര ശക്തികൾക്ക് വിധേയരാകുവാനിടയാകരുതേ. ദുഷ്ടാരൂപികളുടെ ആധിപത്യത്തിൽ നിന്ന് മോചിപ്പിച്ച് ദണ്ഡനങ്ങളിൽ നിന്നും കഠിന വേദനകളിൽ നിന്നും അവരെ രക്ഷിക്കണമേ. നിന്റെ ഏകജാതന്റെ തേജസ് ഞങ്ങളിലും അവരിലും ഉദിപ്പിക്കണമേ. അവൻ മുഖാന്തരം ഞങ്ങൾക്കും അവർക്കും കരുണയും പാപമോചനവും ലഭിക്കുവാൻ അവനിൽ തന്നെ ഞങ്ങൾ ശരണപ്പെടുന്നു. ദൈവമേ, സത്യവിശ്വാസത്തോടുകൂടെ ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞ സകല മരിച്ചുപോയവരെയും ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തണമേ. മനസ്സോട് മനസ്സുകൂടാതെയും അറിവോട് അറിവ് കൂടാതെയും തിരുമുമ്പിൽ ഞങ്ങളും അവരും ചെയ്തു പോയിട്ടുള്ള പിഴകൾ ക്ഷമിക്കണമേ. കർത്താവേ, നിന്റെ കൃപാതിരേകത്താൽ ഞങ്ങളുടെ അപേക്ഷ കേട്ട് വരുവാനിരിക്കുന്ന ന്യായവിധിയിൽ നിന്നും ദുഷ്ടന്മാർക്കായി കരുതിയിരിക്കുന്ന ദണ്ഡനങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളെ മരിച്ചുപോയവരെയും രക്ഷിക്കണമേ. സംപൂജ്യമായ നിന്റെ നാമം ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായുടെയും നിന്റെ പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തോടുകൂടെ സകലത്തിലും എന്ന പ്രകാരം ഈ കുർബാനയിലും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിക്കപ്പെട്ട് പുകഴ്ത്തപ്പെടുമാറാകണമേ. ആമേൻ. തന്റെ നാമമായിരുന്ന പ്രകാരം തന്നെ ഇരിക്കുകയും തലമുറ തലമുറയായി കാലാകാലങ്ങളോളം സ്ഥിതി ചെയ്യുകയും ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. മഹോന്നത ദൈവവും നമ്മുടെ രക്ഷകനുമായ യേശു മിശിഹായുടെ കൃപ എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. അൻപുടയോനേ നിൻ വാതിൽ ഹല്ലേലൂയ ഹല്ലേലൂയ മുട്ടുന്നു ദാസനാദം കുറിയേലായിസോൻ. ഹല്ലേലൂയ ഹല്ലേലൂയ ബാറക്മോർ കുറിയേലായിസോൻ. ഹല്ലേലൂയ ഹല്ലേലൂയ കുറിയേലായിസോൻ. ആവശ്യത്താൽ യാചിക്കും ഹല്ലേലൂയ ഹല്ലേലൂയ അടിയാരെ തള്ളിടല്ലേ കുറിയേലായിസോൻ. ഹല്ലേലൂയ ഹല്ലേലൂയ ബാറക്മോർ കുറിയേലായിസോൻ. ഹല്ലേലൂയ ഹല്ലേലൂയ കുറിയേലായിസോൻ. അലിവോടു ശിക്ഷിച്ചടിയാരേ ഹല്ലേലൂയ ഹല്ലേലൂയ അരിശം നീക്കി കാക്കണമേ കുറിയേലായിസോൻ. ഹല്ലേലൂയ ഹല്ലേലൂയ ബാറക്മോർ കുറിയേലായിസോൻ. ഹല്ലേലൂയ ഹല്ലേലൂയ
ബാറയ്ക്കുമോർ കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. വലിയവനും സർവശക്തനുമായ ദൈവമേ, മനുഷ്യരോടുള്ള നിന്റെ സ്നേഹം മൂലം ഈ ദൈവീകദാനത്തിന് ഞങ്ങളെ നീ വിളിച്ചടുപ്പിച്ചിരിക്കുന്നുവല്ലോ. ഇത് നിമിത്തം പിതാവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവിനെ ഞങ്ങൾ വന്ദിക്കുന്നു. നിർമ്മല മനസാക്ഷിയോടും വികാരശുദ്ധിയോടും പരമാർത്ഥതയുള്ള നാവോടും വെടിപ്പുള്ള ശരീരത്തോടും കൂടെ സ്വർഗസ്ഥനും സർവാധിപതിയുമായ നിന്നെ ആത്മധൈര്യത്തോടെ വിളിച്ച് നിന്റെ ഏകപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ച പ്രാർത്ഥന ഞങ്ങൾ ചൊല്ലുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. നിന്റെ മക്കളെന്ന് വിളിക്കപ്പെടുവാൻ ഞങ്ങളെ അർഹരാക്കിയ ദയാലുവായ പിതാവേ, കഠിന പരീക്ഷകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ദുഷ്ടനിൽ നിന്നും അവൻ്റെ സകല ശക്തിയിൽ നിന്നും ദുഷ്ടമനുഷ്യരുടെ ദ്രോഹങ്ങളിൽ നിന്നും ഞങ്ങളെ വിടുവിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും എപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഹോശോ വബുഗുരു സുബാൻ ലവൽ മീ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ബാറയ്ക്കുമോർ അർപ്പിക്കപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങളെ കൈക്കൊള്ളുന്നതിന് മുൻപ് കരുണയുള്ള കർത്താവിൻ്റെ മുൻപാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, തിരുമുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. മഹോന്നതനും സർവാധിപതിയുമായ രാജാവേ, സർവസൃഷ്ടികളും നിന്റെ മേൽക്കോയ്മയുടെ ചെങ്കോലിൻ കീഴിൽ വണങ്ങുന്നു. ഇപ്പോൾ തിരുമുമ്പാകെ തല വണങ്ങി നിൽക്കുന്ന നിന്റെ വിശുദ്ധ സഭയ്ക്ക് നിന്റെ അനുഗ്രഹങ്ങൾ അയച്ചു തരണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും എപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധിയും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്തതും ഉണ്മയായതും ആദ്യന്തമില്ലാത്തതും വന്ദിക്കത്തക്കതും സാരാംശത്തിൽ സമമായിരിക്കുന്നതുമായ പരിശുദ്ധ തൃത്വത്തിൻ്റെ കൃപയും കരുണയും എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ബാറയ്ക്കുമോർ ഭയഭക്തിയോടെ നാം സൂക്ഷിക്കണം. കർത്താവേ, കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിശുദ്ധമായവ വിശുദ്ധിയും വെടിപ്പുമുള്ളവർക്ക് നൽകപ്പെടുന്നു. പരിശുദ്ധനായ ഏകപിതാവും പരിശുദ്ധനായ ഏകപുത്രനും പരിശുദ്ധനായ ഏകറൂഹായുമല്ലാതെ പരിശുദ്ധനില്ല. ആമേൻ. ഒന്നായിരിക്കുന്ന പിതാവിനും പുത്രനും ജീവനുള്ള പരിശുദ്ധ റൂഹായിക്കും
എന്നേക്കും സ്തുതി. ആമേൻ. തൻ്റെ കരുണയാ ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ. തൻ്റെ തിരുമേനിയുടെ വിലയേറിയ പീഠാനുഭവത്താൽ അതിനെ രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ. ഉണ്ടായതും ഉണ്ടാകുവാനിരിക്കുന്നതുമായ സകലവും പൂർത്തിയാക്കി തികയ്ക്കുന്ന ജീവനുള്ള ഏക പരിശുദ്ധാത്മാവ് നമ്മോടുകൂടെ. കർത്താവിന്റെ തിരുനാമം ആദ്യം മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. നാം ദൈവസുതന്മാരാവാൻ ആയുഷ്കാലത്തിൽ ചൊല്ലി തന്ന താതരയോർക്കേണം. നയവാന്മാർ പുണ്യപ്പെട്ടോ ഒന്നിച്ചേകുമവർ കാശ്വാസം പുത്രൻ ദൈവം മോറിയോറാഹേ മറൈനുവാദാരേ. നിന്നാൾ സ്തുതിയൊടു രാജമകൾ ഹാലേലൂയാ ഹാലേലൂയാ. നിൻ വല്ലം ഭാഗേ രാജഭാമിനിയും നിന്നഴകരശൻ മോഹിപ്പാൻ ഹാലേലൂയാ ഓ ഹാലേലൂയാ. നിൻ ജനമോർക്കായിക പിതൃഗ്രഹവും ബാറക്കുമോ. സുബ്ഹാനല്ലാഹ് റൂഹോ കാദീശോ. മെൻവോലം വാദാമുൽ വോലം ഉൽമീനാമേ. പുകഴ്ച ഭാജനമേ. നിന്നിലുദീശോരേകസുതൻ തൃക്കര ഞങ്ങളിൽ അലിവാന്തൻ പക്കലപേക്ഷയാണ് കേണം. സൗമൻ കാലോസ്കുരേനായിസോ. ആഴ്വായി തീരണമേ മറിയാവിന്നോർമ്മ. അവൾ പ്രാർത്ഥന ഞങ്ങൾ ആത്മാവിനു കോട്ട ബാറക്കുമോ. സുബ്ഹാനല്ലാഹ് റൂഹോ കാദീശോ. ദൈവാംബിക കന്യാ മറിയാമിന്നായി പരിമളധൂപസുരുൾ വായുവിലുയരുന്നു. മോറിയോറാഹേ മലൈനുവാദാരേ. തീടരുതേ മാതാവേ. ഞങ്ങൾക്കായുള്ളർത്ഥന നീ ഏകാത്മജനോടർത്ഥിക്ക. ഞങ്ങളിലാർദ്രത നയവാൻ പന പോലെ തളിർത്തിടുമേ ഹാലേലൂയാ
വളരുമവൻ ലബനോൻ കാരകിൽ വൃദ്ധതയിലും അവർ തളിരിട്ടു തഴച്ചിടുമേ. ഹല്ലേലൂയ. വർദ്ധിക്കും അവർക്കു തുഷ്ടി പുഷ്ടികളും പാർക്കുമോ. ബോലബുറോവൽ റൂഹോ കാദീശോ മൻവോലം വാദാമുൽവോലം ഉൽമീനാമേ. ഒരു പോലിങ്ങും മാർത്തോമാശ്ലീഹ വാനിലും അതുപോൽ നിന്നോർമ്മ ഉദഗണമേ. നിൻ പ്രാർത്ഥന നിൻ ഓർമ്മയെ ബഹുമാനി ചോർക്കാൻ. സ്തൗമൻ കാലോസ് കുറിയേലായിസോ. പ്രാർത്ഥനയിൻ സമയമീതല്ലോ ഓ മോർയൗസേ. പതിവിൻ പടി നിൻ കൂട്ടത്തലയായി പ്രാർത്ഥിക്ക. ഇമ്പമിടും നിൻ പാട്ടിൽ ശ്രദ്ധിച്ചിടും നിൻ ആടുകളെ മൂശേ പോൽ കൈവാഴ്ത്തേണം പാർക്കുമോ. നിന്നെ വരിച്ചൊരു താതനും ഓമോയൗസേ. നിന്നോർമ്മയെ ബഹുമാനിച്ച സുതനും സ്തോത്രം. നിന്നെ മൂടി ചൂടിക്കുന്ന റൂഹാവന്യൻ. നിൻ പ്രാർത്ഥന കൃപയേറ്റട്ടെ ഞങ്ങൾക്കെന്നും. മൊറിയോറാഹി മലൈനോവാദാരേ. പരിശുദ്ധന്മാരെ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ കർത്താവോടായി. അടികളെയും തൻ കോപത്തിൻ വടികളെയും മായ്ച്ചിടാൻ. നാം ശബ്ദമുയർത്തി പറയണം. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായവൻ വന്ദിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനുമാകുന്നു. ആദ്യം മുതൽ തലമുറ തലമുറകൾ വരെയും തനിക്ക് സ്തുതി. ഹല്ലേലൂയ. ഞങ്ങളുടെ രക്ഷയ്ക്കായി വന്നവനും ഞങ്ങളുടെ പുനരുദ്ധാനത്തിനും ഞങ്ങളുടെ വർഗത്തിൻ്റെ നിത്യ നവീകരണത്തിനും വേണ്ടി വരുവാനിരിക്കുന്നവനുമായ ദൈവപുത്ര, പാപപരിഹാരപ്രദമായ നിന്റെ ബലിപീഠത്തിൽ നിന്ന് നിന്റെ ദാസരിലേക്ക് പാപപരിഹാരം ഇറങ്ങുമാറാകണമേ. എന്നേക്ക് ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, അദൃശ്യമായ നിന്റെ വലതുകരം നീട്ടി കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുമുമ്പാകെയുള്ള മുഖപ്രസന്നതയ്ക്കുമായി നിന്റെ വിലയേറിയ തിരുശരീരവും തിരുരക്തവും സ്വീകരിക്കുന്ന ആരാധകരുടെ ഈ സംഘത്തെ നീ ആശീർവദിക്കണമേ. വലിയവനും നമ്മുടെ രക്ഷകനുമായ യേശുമിശിഹായാകുന്ന ദൈവത്തിൻ്റെ കരുണ ഈ വിശുദ്ധ വസ്തുക്കൾ വഹിക്കുന്നവരിലും കൊടുക്കുന്നവരിലും കൈക്കൊള്ളുന്നവരിലും ഉണ്ടായിരിക്കട്ടെ. ഇവയിൽ താൽപര്യപൂർവം സംബന്ധിച്ചവരിലും സംബന്ധിക്കുന്നവരിലും പരിശുദ്ധ തൃത്വത്തിൻ്റെ കൃപയും കരുണയും രണ്ട് ലോകങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ.
ബദ്രൈഹൂൻ ഒൽമെൽവോലം ഒൽമീ. ആമേൻ. നാഥ കൃപ ചെയ്യണമലിവാ, കൃപ ചെയ്യണമോ തരമരുളി, കൃപ ചെയ്യണമേ നിനക്കു സ്തുതി, കൃപ ഞങ്ങളിലുണ്ടാകട്ടെ. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ തിരുശരീരവും തിരുരക്തവുമാകുന്ന തീക്കട്ട കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനുമായി സത്യവിശ്വാസികൾക്ക് നൽകപ്പെടുന്നു. അഗ്നിമയന്മാരാരെ നോക്കിൽ വിറച്ചിടുന്നു, അവനെ മേശയിലപ്പം വീഞ്ഞായി നീ കാണുന്നു. ആരേ മിന്നലൊടുത്തവർ നോക്കുകയും നൂടനെ അവനെ മൺമയ ഭക്ഷിച്ചു മുഖം തെളിയും നേറ്റം. സ്തുതി ദൈവത്തിൻ ഉയരത്തിൽ, തന്മാതാവിൻ ഉന്നതിയും, മഹിമാമൂടി സഹദേന്മാർക്കും മൃതരിൽ കരുണയും ഉണ്ടാകാം. എന്നേക്കും ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹാ, ഞങ്ങൾ ഭക്ഷിച്ച നിന്റെ തിരുശരീരവും ഞങ്ങൾ പാനം ചെയ്ത പാപപരിഹാരപ്രദമായ നിന്റെ തിരുരക്തവും ഞങ്ങൾക്ക് ശിക്ഷാവിധിക്കോ പ്രതികാരത്തിനോ ആയി തീരരുതേ. പിന്നെയോ ഞങ്ങളെല്ലാവരുടെയും നിത്യജീവനും രക്ഷയ്ക്കുമായി ഭവിക്കണമേ. ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഭൂവാകെ നാമിക്കും നിന്നെ, എല്ലാ നാവും സ്തുതി പാടും. കബറടഞ്ഞോർ നൽ ശരണം നീയേ, മൃതർ തന്നോയിർപ്പും നീ തന്നെ. നിന്റെ ഏകജാതന്റെ ശരീരവും രക്തവുമാകുന്ന ഈ ആത്മീക ഭക്ഷണത്തിന് ഞങ്ങളെ യോഗ്യരാക്കിയ പിതാവേ, ശാരീരിക ഭക്ഷണത്തിൽ ശീലിച്ച ഞങ്ങളുടെ വായുകൾ കൃപാലുവായ നിന്നെ സ്തോത്രം ചെയ്യുന്നു. നിന്റെ ഏകജാതൻ മുഖാന്തരം അവനോടുകൂടെയും നിനക്കും നിന്റെ പരിശുദ്ധാത്മാവിനും സ്തുതിയും ബഹുമാനവും ആധിപത്യവും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും യോഗ്യമാകുന്നു. ഹോശോ വബകുല സുബാൻ ലവൽ മീ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ബാറയ്ക്കുമോർ കരുണയുള്ള കർത്താവിൻ്റെ മുൻപാകെ നാം തലകുനിക്കണം.
ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, തിരുമുൻപാകെ ഞങ്ങൾ തലകുനിക്കുന്നു. ഞങ്ങളുടെ ദൈവമായ മിശിഹാ തമ്പുരാനെ, നിന്റെയും നിന്റെ പിതാവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും തിരുവിഷ്ടത്താൽ നീ ഞങ്ങൾക്ക് വേണ്ടി ബലിയർപ്പിക്കപ്പെടുകയും നിന്റെ പരിശുദ്ധ ശരീരം ഞങ്ങൾക്ക് ഭക്ഷണമായും നിന്റെ പാപപരിഹാരപ്രദമായ രക്തം ഞങ്ങൾക്ക് പാനീയമായി നൽകുകയും ചെയ്തു. നിന്റെ സ്നേഹത്തിൽ ഞങ്ങളെ സ്ഥിരപ്പെടുത്തണമേ. നിന്നോടുള്ള ഭക്തി ഞങ്ങളിൽ നിറയ്ക്കണമേ. നിന്നിലുള്ള വിശ്വാസം ഞങ്ങളിൽ ഉറപ്പിക്കുകയും സുഹൃത വ്യാപാരങ്ങളാൽ ഞങ്ങളെ അലങ്കരിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെയും ഞങ്ങളുടെ പരേതരുടെയും പാപങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ജനകനായ പിതാവായ ദൈവത്തിനും പരിശുദ്ധാത്മാവിനും എപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഹോശോ വബുകുലസുവാൻ ലവൽ മീ. ആമേൻ ബാരേക്കുമോ. നിർമ്മലയാകും കന്യകമറിയം നിന്മാതാവും നിന്നവതാരം മുന്നറിയിച്ച നിബിയന്മാരും നീതി സൂര്യൻ തന്നുന്നോടി ഭാസുരതാരം യോഹന്നാനും ഞങ്ങൾക്കായി പ്രാർത്ഥിക്കേണമേ. സ്തോത്രം ഞങ്ങൾ ഏവരുമങ്ങേ കേകിടുമെന്നും നിൻതാതെന്നും റുഹുകുദിശായ്ക്കും സ്തുതി പാടിയിടും. നിൻ തിരുഗാത്രം കൈക്കൊണ്ടോരാം ഞങ്ങളെ നാഥ ദുഷ്കൃതമഖിലം നീക്കി സദയം പാലിക്കേണമേ. മാതാവു യാചിക്കും പരിശുദ്ധന്മാരും നാഥ പുണ്യം നൽകിയും മരിച്ചോർക്കും. സഹോദരങ്ങളും വാത്സല്യ ഭാജനങ്ങളുമേ, കർത്താവിൻ്റെ പാപപരിഹാരപ്രദമായ ബലിപീഠത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ച അനുഗ്രഹത്തോടും യാത്രാ ഭക്ഷണത്തോടും കൂടെ പരിശുദ്ധ തൃത്വത്തിൻ്റെ കൃപയ്ക്കും കരുണയ്ക്കും ഞാൻ നിങ്ങളെ ഭരമേൽപ്പിക്കുന്ന ഈ സമയത്ത് നിങ്ങൾ സമാധാനത്തോടു കൂടി പോകുവിൻ. ദൂരസ്ഥരും സമീപസ്ഥരും മരിച്ചവരും ജീവനുള്ളവരും കർത്താവിൻ്റെ ജയമുള്ള സ്ലീബായാൽ രക്ഷിതരും വിശുദ്ധ മാമുദീസയുടെ റോസ്മയാൽ മുദ്രിതരുമേ, ഈ പരിശുദ്ധ തൃത്വം നിങ്ങളുടെ കടങ്ങൾ പരിഹരിക്കുകയും കുറ്റങ്ങൾ ക്ഷമിക്കുകയും നിങ്ങളുടെ മരിച്ചുപോയവരുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ആമേൻ. ബലഹീനനും പാപിയുമായ ദാസൻ നിങ്ങളുടെ പ്രാർത്ഥനകളാൽ കരുണയും സഹായവും പ്രാപിക്കുമാറാകട്ടെ. നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്തോടു കൂടി പോകുവിൻ എന്നും എനിക്ക് വേണ്ടി അപേക്ഷിക്കുകയും ചെയ്യുവിൻ. ആമേൻ. കർത്താവ് അങ്ങയുടെ കുർബാന സ്വീകരിക്കുകയും അങ്ങയുടെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. ദേവദാസൻ മറിവാനിയോസ് പിതാവിനെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുന്നതിനുള്ള പ്രാർത്ഥന. പിതാവായ ദൈവമേ, അവിടുത്തെ അനന്തകരുണയാൽ കാലത്തിൻ്റെ തികവിൽ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയ്ക്ക് അങ്ങ് രൂപം നൽകി അതിനെ വളർത്തി നയിക്കുന്നതിനായി മറിവാനിയോസ് പിതാവിനെ അവിടുന്ന് നിയോഗിച്ചു. ആ പുണ്യനാഥൻ്റെ വിശുദ്ധിയുടെ പരിമളവും സ്നേഹത്തിൻ്റെ ഊഷ്മളതയും എല്ലാ ജനപദങ്ങൾക്കും മാതൃകയാകുന്നതിനും ആഗോള സഭയ്ക്ക് പൊതുവായും മലങ്കര സുറിയാനി കത്തോലിക്ക സഭയ്ക്ക് പ്രത്യേകമായും ഒരു വിശുദ്ധൻ്റെ മാധ്യസ്ഥം കൂടി ലഭിക്കുന്നതിനുമായി അങ്ങേദാസൻ മറിവാനിയോസ് പിതാവിനെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി അനുഗ്രഹിക്കണമേ എന്ന്
അങ്ങയോട് ഞങ്ങൾ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. വിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. എന്റെ കടങ്ങളശേഷം നിൻ കൃപയാൽ മായിച്ചിടണമേ. എൻ പാപങ്ങളെയും നീക്കി പുണ്യമെനിക്കേകിടണമേ. രക്ഷകമിശിഹാ രാജാവേ, തിരുരഹസ്യം പൂജിച്ചതിനാ നിൻ പ്രിയ സിദ്ധന്മാരൊപ്പം നിൻ സ്നേഹിതനാക്കണമെന്നേ. കർത്താവേ, നിന്നുടെ നിത്യ രാജ്യമതാകും സ്വർഗത്തിൽ ഇപ്പോഴും എപ്പോഴും എന്നേക്കും നിന്നെ ഞാൻ ശുശ്രൂഷിക്കും. നിത്യസ്തുതി കർത്താവിനും വിധി ദിവസം കൃപ നിങ്ങളിലും ന്യായാധിപതിക്കാർദ്രതയെ പാതകരിലുമുണ്ടാകട്ടെ. കൃപയുള്ളവനാം കർത്താവേ, കൃപയന്മേലുണ്ടാകണമേ. കൃപയുണ്ടാവുക അടിയനതാം എന്മേൽ കൃപയുണ്ടാകണമേ. ഈ കുർബാനയണച്ചുള്ളോ ഈ പട്ടക്കാരന്മേലും ഈ ശുശ്രൂഷകർ തന്മേലും ഒരുപോൽ കൃപയുണ്ടാകണമേ. കുറിയേലായിസോൻ, കുറിയേലായിസോൻ, കുറിയേലായിസോൻ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ദയതോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഉത്തരമരുളി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി. ഞങ്ങളുടെ ശരണവുമേ, എന്നേക്കും നിനക്ക് സ്തുതി. പാർക്കുമോ.